നാനോ ബനാന ഇമേജ് ഇപ്പോൾ എവിടെ പോയാലും അതൊരു ട്രെൻഡായിട്ടാണ് വരുന്നത്. നാനോ ബനാന ഇമേജ് കോഡിങ് അറിയാത്ത പലർക്കും ഇതൊരു പ്രശ്നമായിട്ട് വരികയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ കോഡിങ്ങും ബാക്കി കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറച്ച് കോഡിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സംഭവം എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരും. പുതിയ ലോഗോ വിടെക്കിൻ്റെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു വോട്ട് അയച്ചു തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ലോഗോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതായിരിക്കും അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഇടുന്നതായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആപ്പ് സ്റ്റോറിൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ കാണുന്നതാണ് ഗൂഗിളിൻ്റെ ജെമിനി AI. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന പുതിയ ഡിജിറ്റൽ ലോഗോ. ഈ ലോഗോ വേണോ അതോ ഇപ്പം എൻ്റെ യൂട്യൂബിലിരിക്കുന്ന ആ ലോഗോ വേണോ എന്ന് ഞാൻ ഒരു വോട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ പ്രഡിക്ഷൻ സെലക്ട് ചെയ്താൽ മതി. കണ്ടോ, ഇതൊക്കെ ജസ്റ്റ് ഇതിനൊന്നും കോഡിങ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു കണ്ടൻറ്റ് മനസ്സിലായാൽ മതി. ഞാൻ കോഡിങ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു കാര്യമാണ്. അത് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും എന്തൊക്കെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇതാണ് കണ്ടോ പ്രോംപ്റ്റ് കോഡ്. പോസ് ചെയ്തിട്ട് ജസ്റ്റ് നോക്കുക. അപ്പോൾ ആ ഒരു കണ്ടൻറ്റ് മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. കണ്ടോ, ഇതാണ് ഞാൻ ഒന്ന് ചെയ്തത്. അപ്പോൾ അതാണ് നമ്മുടെ കോഡിങ് കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നത്. ജസ്റ്റ് ആ ഒരു കണ്ടൻറ്റ് വായിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം മനസ്സിലാവും എന്തൊക്കെയാണ് നമ്മൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്ന മാത്രമാണ് അവർ അതിനനുസരിച്ചിട്ട് ചെയ്തു തന്നിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുന്ന ഗൂഗിൾ ജെമിനി AIയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ChatGPTയിൽ. പക്ഷേ ഗൂഗിൾ ജെമിനി ക്യാൻ മേക്ക് മിസ്റ്റേക്സ്. അത് രണ്ട് AI ആണ്. ഇപ്പോൾ അധികം പുരോഗമിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത് AIകൾ. എങ്കിലും ചെറുതായിട്ട് അത്യാവശ്യം ക്വാളിറ്റിയിൽ അതും ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചു തന്നു. ഇങ്ങനെ കയ്യിൽ എൻ്റെ പേരെഴുതിയിട്ട് ഇങ്ങനെ എയറിൽ ഫ്ലൈയിങ്ങിൽ ഒരു ഗ്ലോ മാതിരി ഫേസിലേക്ക് എഫക്റ്റ് ചെയ്യുന്ന മാതിരി എൻ്റെ ഡ്രസ്സിൻ്റെ കളർ ഞാൻ ഇതിൽ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കത് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൻ്റെ കോഡിങ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അതിൽ നിന്ന് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയും നമുക്ക് ചെയ്യാം.